അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ വിജയപരാജയങ്ങളുടെ ദിശ നിർണ്ണയിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ശരീരത്തിനെ നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വിജയത്തിൻ്റെ സോപാനങ്ങൾ നമുക്ക് കീഴടക്കാൻ കഴിയും. നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നാം പതിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത് വ ഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹി. നരകത്തെ വലയം ചെയ്തിരിക്കുന്നത് ആഗ്രഹങ്ങളെ കൊണ്ടാണ്. സ്വർഗത്തെ വലയം ചെയ്തിരിക്കുന്നത് ശരീരം ഇഷ്ടപ്പെടാത്ത, പലപ്പോഴും ശരീരം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗത്തെ വലയം ചെയ്തിരിക്കുന്നതെന്ന്. വിശാലമായ അർത്ഥമാണല്ലോ അതിനുള്ളത്. ചിന്തിച്ചു നോക്കൂ. നരകത്തെ വലയം ചെയ്തിരിക്കുന്നത് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നതാണ്. മൃഗങ്ങളെപ്പോലെ ആഗ്രഹത്തിനനുസരിച്ച് അങ്ങനെ ജീവിക്കുക. എന്നാൽ ആഗ്രഹങ്ങളെ നിയന്ത്രണ വിധേയമാക്കുന്നു സ്രഷ്ടാവിന് വേണ്ടി. ആഗ്രഹങ്ങളെ നിയന്ത്രണ വിധേയമാക്കുന്നു. അതാണ് മക്കാരിഹ്. അതാണ് സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. അത് ദുനിയാവിൻ്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ദുനിയാവ് നമുക്ക് സ്വർഗമാകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? പലപ്പോഴും ശരീരം ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും, അധ്വാനിക്കേണ്ടി വരും, അല്ലേ? പല രീതിയിൽ പല കഷ്ടപ്പാടുകൾ നമ്മൾ സഹിക്കേണ്ടി വരും. ദുനിയാവ് ചിലപ്പോൾ നമുക്ക് നരകമായി തീരുന്നത് നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, നമ്മുടെ മടിയും അലസതയും കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്വർഗം ലഭിക്കണമെങ്കിൽ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പരിശീലിക്കണം. നരകത്തിലേക്ക് പോകാൻ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മൃഗതുല്യരായിട്ട് അങ്ങനെ ജീവിച്ചാൽ മതി. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും പറയുന്നത്. അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിൽ കടക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ പരിശ്രമശാലികൾ ആര് എന്ന് അള്ളാഹു തിരിച്ചറിയാതെ, വയഅലമസ്സാബിരീന, ക്ഷമിക്കുന്നവർ ആര് എന്ന് തിരിച്ചറിയാതെ അല്ലാഹു തആല നമ്മെ നോക്കുന്നുണ്ട്. നമ്മിൽ പരിശ്രമിക്കുന്നവർ ആരാണ് എന്നും ക്ഷമിക്കുന്നവർ ആരാണ് എന്നും. നാം സ്വർഗാവകാശിയാണോ അല്ലയോ എന്ന് അല്ലാഹു തആല തീരുമാനമെടുക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്ക് ശേഷമാണ്. നാം പരിശ്രമിക്കുന്നുണ്ടോ എന്നാണ് അല്ലാഹു തആല നോക്കുന്നത്. ഇവിടെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യരുടെ മുമ്പിൽ പല ഒഴിവ് കഴിവുകളും നമുക്ക് പറയാൻ കഴിഞ്ഞേക്കാം. നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ, തറാവീഹ് നിസ്കാരം ഒഴിവാക്കുന്നത്, നോമ്പ് ഒഴിവാക്കുന്നത്, ദാനധർമ്മം ഒഴിവാക്കുന്നത്, അതിനൊക്കെ നമുക്ക് കാരണങ്ങളുണ്ടാകാം. മനുഷ്യർക്ക് മുമ്പിൽ പറയാൻ പറ്റുന്ന പല കാരണങ്ങളും നമുക്കുണ്ടാകാം. അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാൻ പറ്റുന്നതാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതാണ് വലമ്മ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും വയഅലമസ്സാബിരീന, ക്ഷമിക്കുന്നവരാരെന്ന്. ലൈലത്തുൽ ഖദറിൻ്റെ മഹാസൗഭാഗ്യം കിട്ടുന്നതിന് തടസ്സമായി നിൽക്കുന്ന പിണക്കം, അതുപോലെ തന്നെ വെറുപ്പ്, വിദ്വേഷം, ഇതൊക്കെ ഒരു സലാം പറഞ്ഞാൽ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളെ കൊണ്ടത് കഴിയുന്നുണ്ടോ? അതാണ് വയഅലമസ്സാബിരീന, നിങ്ങളിൽ ക്ഷമ ആര് കൈക്കൊള്ളുന്നു എന്നും അല്ലാഹു തആല നോക്കുന്നുണ്ട്. ഒഴിവ് കഴിവുകൾ നമുക്കുണ്ടായേക്കാം, അവരങ്ങനെയല്ലേ, ഇവരിങ്ങനെയല്ലേ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാൻ പറ്റുന്നതാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ലൈലത്തുൽ ഖദറിൻ്റെ മഹാസൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. وآخر دعوتي أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.